ഷാഫി ഭയങ്കര സംഭവമാണ്, ഒരു സംശയമില്ല. ഷാഫി പറമ്പിൽ ക്രൗഡ് പുള്ളറാണ്. വലിയ രീതിയിൽ ഏതാളും അതിനെ അംഗീകരിക്കും. പക്ഷേ ഷാഫി എന്ന് പറയുന്ന ആൾ പറയേണ്ടിടത്ത് നിലപാടുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ വിഷയത്തിൽ എന്തായിരുന്നു നിലപാട്? എത്ര സ്ഥലത്ത് ഷാഫി ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട്. വടകരയിൽ പെടലിക്ക് പിടിച്ചു വലിച്ചപ്പോ 3 ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതു സമയത്തും നിലപാടുകൾ കൃത്യമായി പറയുന്ന, കേരള രാഷ്ട്രീയത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ ഒരൊറ്റ ഇന്റർവ്യൂവിന് മുൻപും പിൻപും എന്നുള്ള രീതിയിൽ ഈ രാഷ്ട്രീയ കേരളം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ ബുദ്ധിജീവികളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം സ്വരാജ് അത്രമേൽ വലിയ പ്രസ്താവനകളും പരാമർശങ്ങളും ക്രിസ്റ്റൽ ക്ലിയറായി നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും സ്വരാജ് പോകുന്ന ഏത് പൊതുസമ്മേളനങ്ങളാവട്ടെ, ഏത് റാലികളാവട്ടെ, അവിടെ ആളുകൾ തടിച്ചുകൂടുകയാണ്. കാരണം ആളുകൾ കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന ഏതൊരു സാഹചര്യത്തിലും സ്വരാജ് എന്ന് പറയുന്ന സഖാവ് വേദിയിലെത്തി ഈ നാടിനെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഴുവനും നിഷ്പക്ഷമായി ആ നാട് കേൾക്കാൻ കൃത്യമായി കറകളഞ്ഞ രീതിയിൽ പ്രസ്താവനകൾ കൊണ്ട് ക്ലാരിറ്റി കൊടുക്കും മനുഷ്യർക്ക് എന്നുള്ളതാണ്. ശമം തൂക്കികൾ എന്നുള്ളൊരു പ്രയോഗം കൊണ്ട് കോൺഗ്രസിനെ ഏറ്റവും വലിയ പ്രതിരോധിക്കാൻ പോലും ആവാത്ത രീതിയിലേക്ക് മാറ്റിവിടുന്ന വാർത്താ സമ്മേളനങ്ങളും നമ്മൾ കണ്ടതാണ്. പാസ്റ്റിനെ, കഴിഞ്ഞ കാലങ്ങളെ പരിപൂർണമായി തൃണവൽഗണിച്ചുകൊണ്ട് പുതിയ ചരിത്രത്തെ സൃഷ്ടിച്ചെടുക്കാൻ കോൺഗ്രസ് ഇവിടെ ശ്രമിക്കുമ്പോൾ അതിനു മുഴുവനും കൃത്യമായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു സ്വരാജ് എന്നുള്ളതാണ്. 3ാം ഭരണത്തിലേക്ക് പിണറായി സർക്കാർ നടന്നെടുക്കുമ്പോൾ അതിന് ഏറ്റവും വലിയൊരു ക്രെഡിറ്റും സ്വരാജിന് കൊടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെയാണ് ഇടത് സൈബറിടങ്ങൾ മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കമുള്ള മുഴുവൻ ആളുകളും, ഈ നാട്ടിൽ രാഷ്ട്രീയം സംസാരിക്കുന്നവർ മുഴുവനും സ്വരാജിന് വലിയ രീതിയിൽ നിർണായക പങ്ക് 3ാം വരവിന് പിണറായിയുടെ ഉണ്ട് എന്ന് പറയുന്നത്. ഷാഫിയെ പോലെ ഒരു വലിയ ക്യാമ്പയിനർ വലിയ രീതിയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടലുകൾ, ഷോ ഓഫുകൾ നടന്നു പോകുമ്പോൾ കൃത്യമായി ക്ലാരിറ്റി പറഞ്ഞു പോകുന്ന ഒരു ജനനായകനും കൂടി നാട്ടിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്.